ഇന്നത്തെ ഉച്ചയൂണിന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുക്കറിൽ പരിപ്പും ഉപ്പുമിട്ട് വേവിക്കുക. പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് പച്ചക്കറി കഷ്ണങ്ങൾ വേറെ ഒരടുപ്പിൽ വേവിച്ചെടുക്കുക. ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി കൊണ്ടുവരിക. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ച് മാറ്റി വെക്കുക. അരക്കാനായിട്ട് പുളിവെള്ളം ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ഇനി നമ്മൾ പച്ചക്കറി കഷ്ണങ്ങളിൽ ചേർക്കാത്ത വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റി വെന്ത പച്ചക്കറി കഷ്ണങ്ങളിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വേവിച്ച് മാറ്റി വെച്ച പരിപ്പും ചേർക്കണം. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നേരത്തെ വറുത്തരച്ച് കൊണ്ടുവന്ന മസാലക്കൂട്ടും കൂടി നമ്മുടെ ഈ സാമ്പാറിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. വെണ്ടയ്ക്ക വഴറ്റിയതുപോലെ തന്നെ നമ്മൾ തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് സാമ്പാറിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള പുളിവെള്ളവും ഉപ്പും ചേർക്കുക. ഈ സമയത്ത് നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. സാമ്പാറിന് നല്ല രുചിയും മണവും എല്ലാം കിട്ടാൻ കായപ്പൊടി നല്ലതാണ്. കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ താളിച്ച് സാമ്പാറിലേക്ക് ചേർക്കുക. ഇത്രയുമായാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണണേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ച. എല്ലാവർക്കും നമസ്കാരം.